ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും ഭരണപക്ഷത്തിന് തലവേദനയായിരുന്നു. അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ഗണേഷിന്റെ പല തീരുമാനങ്ങളും ജനങ്ങൾക്ക് അനുകൂലമായിരുന്നെങ്കിലും അത് സർക്കാരിനെ വളരെയധികം വലയ്ക്കുന്നതായിരുന്നു. എന്നാൽ ഒടുക്കം KSRTCയുടെ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കങ്ങളും വിവാദങ്ങളും ഉയർന്നതോടെ ഗണേഷ് കുമാറിന് സർക്കാരിന്റെ പിടിവാശിക്ക് മുൻപിൽ പത്തി താഴ്ത്തേണ്ടി വന്നു. ഇപ്പോഴിതാ മന്ത്രി KB ഗണേഷ് കുമാറിനെ ഞെട്ടിച്ച് S ശ്രീജിത്ത് IPSും രംഗത്തെത്തിയിരിക്കുകയാണ്. ഏകപക്ഷീയമായ മന്ത്രിയുടെ നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന സന്ദേശം നൽകുകയാണ് ഗതാഗത കമ്മീഷണർ കൂടിയായ ശ്രീജിത്ത് IPS. മന്ത്രിയായാലും അധികാര പരിധി വിട്ടാൽ പ്രതികരിക്കുമെന്ന സൂചനയാണ് ശ്രീജിത്ത് നൽകുന്നത്. മന്ത്രിയുമായുള്ള ഭിന്നതയിൽ KSRTC MDയും ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ തോൽവി സമ്മതിച്ചിരുന്നു. ഇതിനുശേഷമാണ് അടുത്ത ലക്ഷ്യം ഗതാഗത കമ്മീഷണറായ ADGP റാങ്കിലുള്ള ശ്രീജിത്താണെന്ന സന്ദേശം മന്ത്രിയിൽ നിന്നുമുണ്ടായത്. ഇന്നലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണർ ശ്രീജിത്തിനെ മന്ത്രി പരസ്യമായി ശാസിച്ചു. മറുപടി പറയാൻ അനുമതി നൽകിയതുമില്ല. ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ മുതിർന്നപ്പോൾ ഗതാഗത കമ്മീഷണർ അതേ ഭാഷയിൽ തിരിച്ച് പ്രതികരിക്കുകയായിരുന്നു. കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. 2023 തുടങ്ങുമെന്ന് പല ഉറപ്പുകളും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. നിലവിലുള്ള 6131 ഡ്രൈവിംഗ് സ്കൂളുകളെയും ഇത് ബാധിക്കുമെന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവർ മൂലധനമിറക്കി കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങണമെന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെ അന്നത്തെ നിർദ്ദേശം. എന്നാൽ അത് സർക്കാരിന് ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ ആർക്കും വരാവുന്ന രീതിയിൽ കരാർ വിളിക്കുന്നതാണ് നല്ലതെന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു. ഇതിലിപ്പോഴും തീരുമാനമായിട്ടില്ല. ഇത് സംബന്ധിച്ച ഉത്തരവുണ്ടോ എന്ന് യോഗത്തിൽ മന്ത്രി ചോദിച്ചു. ഇല്ലെന്ന് കമ്മീഷണർ വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മന്ത്രി ക്ഷുഭിതനായി. ഇതിനുശേഷം ശ്രീജിത്തിനെതിരെ കടന്നാക്രമണമായി. യഥാർത്ഥത്തിൽ സർക്കാർ തീരുമാനം വൈകുന്നതായിരുന്നു ഇതിനെല്ലാം കാരണം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് ക്ഷമ പറഞ്ഞ മന്ത്രി ഉദ്യോഗസ്ഥരും ഗതാഗത കമ്മീഷണറും തന്നെ വഞ്ചിച്ചുവെന്ന് മൈക്കിലൂടെ പറഞ്ഞു. ഇതെല്ലാ പരിധിയും വിട്ടായിരുന്നുവെന്ന വിലയിരുത്തലിൽ ശ്രീജിത്ത് എത്തി. യോഗം കഴിഞ്ഞ് കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമായത്. തന്റെ ഭാഗം കൃത്യമായി തന്നെ ശ്രീജിത്ത് വിശദീകരിക്കുകയും ചെയ്തു. ആന്റണി രാജുവായിരുന്നു പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയുടെ തുടക്കത്തിൽ ഗതാഗത മന്ത്രി. ഇടതുമുന്നണിയിലെ ധാരണ അനുസരിച്ച് രണ്ടാം പാദത്തിൽ ഗണേഷ് മന്ത്രിയായി. ഇതോടെ ആന്റണി രാജുവിന്റെ കാലത്തെ തീരുമാനങ്ങളെല്ലാം മാറ്റാനാണ് ഗണേഷിന്റെ നീക്കം. ബിജു പ്രഭാകറും മന്ത്രിയും തമ്മിലുള്ള പ്രശ്നം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ വലിയ തലവേദനയാകുന്നതിനിടെയാണ് ഇതേ വകുപ്പിൽ മറ്റൊരു ഭിന്നതയും രൂപപ്പെടുന്നത്.